ഈ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ വഴി വെച്ച് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനെ കാണുന്നു. ഒരു പരിചയമില്ലാത്ത ആ സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനുമായി നിങ്ങൾ പ്രണയത്തിലാകുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യും. എന്തായാലും അങ്ങനെ ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2015 ഒരു ത്രില്ലർ ചിത്രമായ റോഡ് ഗെയിംസ് എന്ന് പറയുന്ന മൂവിയാണ്. അപ്പം കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ അധികം ആളുകളൊന്നുമില്ലാത്ത വണ്ടി പോകാത്ത ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ ഒരാൾ വന്ന് ഒരു മൃതദേഹത്തിന് കുഴിച്ചിടുന്നുണ്ട്. ആ ഒരു രംഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഒരാൾ കൊലപ്പെടുത്തിയതിനു ശേഷം ആരും കാണാതെ മറവ് ചെയ്യുന്നതാണെന്ന്. പിന്നീട് അടുത്ത സീനില് നമ്മുടെ നായകൻ ജാക്കിനെയാണ് കാണിക്കുന്നത്. ജാക്ക് ഒരു സ്ഥലത്ത് നിന്ന് അവിടെയുള്ള എല്ലാ വണ്ടിക്കാരോടും ഇങ്ങനെ ലിഫ്റ്റ് ചോദിക്കുകയാണ്. പക്ഷെ അവന് ആരും തന്നെ വണ്ടിക്ക് ലിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതിന് മെയിൻ കാരണം എന്തെന്നാല് ആ സ്ഥലത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ ഇവിടെ നിന്ന് ആര് ലിഫ്റ്റ് ചോദിച്ചാലും നിങ്ങൾ ലിഫ്റ്റ് കൊടുക്കരുത്, അത് നിങ്ങളുടെ ജീവന് തന്നെ ആപത്താണെന്നാണ്. ഈ ഒരു ബോർഡ് കാരണം തന്നെ ജാക്കിന് ആരും തന്നെ ലിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ബോർഡ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്നോ എന്താ കാരണമെന്നോ ആർക്കും തന്നെ അറിയുമില്ല. ലിഫ്റ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ജാക്ക് അവിടെ നിന്ന് പതിയെ നടന്ന് കുറച്ച് ദൂരം എത്തുമ്പോൾ ഒരു ചെറിയ കാട് പോലത്തെ സ്ഥലത്താണ് എത്തിപ്പെടുന്നത്. ഈ സമയമാണ് ആ റോഡിലൂടെ ഒരു കാറ് ജാക്കിന് നേരെ വരുന്നത് കാണുന്നത്. പക്ഷെ കുറച്ച് ദൂരെയായി ആ കാറ് പാർക്ക് ചെയ്യും. അതിനകത്ത് ഒരു കപ്പിളായിരുന്നു ഉണ്ടായിരുന്നത്. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട ജാക്ക് അതിനകത്തിരുന്ന പയ്യനെ വലിച്ചിറക്കും. ഇത് കണ്ട ആ പെണ്ണും കാറിൽ നിന്ന് ഇറങ്ങി വരും. അവളുടെ പേര് വെറോണിക്ക എന്നാണ്. നമുക്ക് അവളെ നിക്ക എന്ന് വിളിക്കാം. ശരിക്കും പറഞ്ഞാൽ നിക്ക അവനുമായിട്ട് അത്ര നല്ല റിലേഷൻഷിപ്പിലായിരുന്നില്ല. ഒരു ടോക്സിക് ക്യാരക്ടർ ആയിരുന്നു അവന്റേത്. ഇപ്പം ഈ ഒരു പ്രശ്നം കാരണം നിക്ക അവനുമായി ബ്രേക്കപ്പ് ആകും. പിന്നീട് അവൻ അവിടുന്ന് കാറും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. പിന്നീട് നിക്ക ജാക്കിനെ തന്നെ പറ്റി പരിചയപ്പെടുത്തും. തന്റെ പേര് വെറോണിക്ക, അല്ലെങ്കിൽ നമുക്ക് നിക്ക എന്ന് പറയാം. നിക്ക എന്നാണ്. തനിക്ക് യാത്രകൾ ചെയ്യുന്നത് വളരെയധികം ഇഷ്ടമാണെന്നും ഒക്കെ പറയും. അതിനുശേഷം ഇവർ രണ്ടാളും വീണ്ടും അതേ റോഡിൽ വന്ന് ലിഫ്റ്റിന് വേണ്ടി നിൽക്കുകയാണ്. നേരത്തെ ജാക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് പോലും ലിഫ്റ്റ് കിട്ടിയില്ല. ഇപ്പോ നിക്കയും കൂടി വന്നപ്പോഴും ലിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ല. ഇത് കാണുന്ന ജാക്ക് ഇതെന്ത് മനുഷ്യന്മാരാ, ഒരാളെ ഒന്ന് സഹായിക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്ത് സംഭവിക്കാനാണ് എന്ന് പറയും. ഇന്നരം നിക്ക ജാക്കിനോട് ഇവിടെ നമുക്ക് ആരും ലിഫ്റ്റ് തരില്ല, ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടും കരുതി നിന്നിട്ടും ഒരു കാര്യമില്ല. കാരണം ഈ വഴിയിലൂടെ ഒരു സീരിയൽ കില്ലർ നടക്കാറുണ്ട്. അത് കാരണമാണ് ഇവിടെ ഉള്ളവര് നമുക്ക് ആർക്കും ലിഫ്റ്റ് തരാത്തത്. ആ സീരിയൽ കില്ലർ ഇതുവഴി പോകുന്നവരെയൊക്കെ തടഞ്ഞു നിർത്തി അവരെയൊക്കെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ആ കാണുന്ന സൈൻ ബോർഡില്ലേ അതിവിടെ വരാൻ കാരണവും. അങ്ങനെ ആരും ലിഫ്റ്റ് കൊടുക്കാതായി. ഇപ്പൊ ഏകദേശം രാത്രിയായിരിക്കുകയാണ്. അവരെ കുറെ അധികം വിറകെല്ലാം കൂടി കൂട്ടിയിട്ട് വെട്ടത്തിന് വേണ്ടി തീ കൊളുത്തി ഒരു സൈഡിലായിട്ട് ഇരിക്കുന്നു. രാത്രിയിൽ കഴിക്കാൻ അവരുടെ കയ്യിൽ പ്രത്യേകം ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നിക്കയ്ക്ക് യാത്രകളൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ ഒരു ബാഗും ആ ബാഗിനുള്ളിൽ കുറച്ച് സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നിക്ക അതിൽ നിന്ന് ഒരു ഡ്രിങ്ക്സ് ബോട്ടിൽ എടുത്ത് ജാക്കിന്റെ കയ്യിൽ കൊടുക്കും. നിക്കയെ പറ്റി നിക്ക ജാക്കിനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാക്ക് അവനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പോലും നിക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിക്ക തന്നെ അവനോട് ഓരോന്ന് ചോദിക്കും. എന്തായാലും ഒരുപാട് ദൂരെ നിന്നായിരിക്കുമല്ലോ നീയും വന്നത്, പക്ഷെ നിന്റെ കയ്യിൽ ഒരു ബാഗ് പോലും ഇല്ലല്ലോ, അതെന്താന്ന് ചോദിക്കുമ്പോ ജാക്ക് പറയുന്നത് എന്തെന്നാൽ ട്രെയിൻ വഴിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്റെ ബാഗും സാധനങ്ങളൊക്കെ എനിക്ക് നഷ്ടമായി. ഇനിയിപ്പം എനിക്ക് തിരിച്ചു പോണേല് എന്റെ കയ്യിൽ ആകെയുള്ളത് എന്റെ പാസ്പോർട്ട് മാത്രമാണ്. ഇത് പറയുന്ന സമയത്ത് നിക്ക ഒരു ലെറ്റർ പോലെ ഒരു സംഭവം എടുത്ത് ജാക്കിന്റെ കയ്യിൽ കൊടുക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ആ ഒരു സീൻ അങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മളെ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ജാക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് അവിടെ ഒന്നും നിക്ക ഉണ്ടായിരുന്നില്ല. അങ്ങനെ തപ്പി പോകുമ്പോ അവിടെ ഒരു വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുകയാണ്. പിന്നീട് ജാക്ക് നിക്കയുടെ കൂടെ ആ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നതും കാണാം. അങ്ങനെ രാവിലത്തെ കുളിയും നനയൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടാളും ഒരുങ്ങി വീണ്ടും ലിഫ്റ്റ് വാങ്ങാനായി റോഡിലേക്ക് പോകും. ഇപ്രാവശ്യം അവരുടെ ഭാഗ്യം കൊണ്ട് എന്തെന്നറിയില്ല ഒരാൾ ലിഫ്റ്റ് കൊടുക്കും. ആ വണ്ടിയിലിരുന്ന ആളുടെ പേരാണ് ഗ്രിസാർഡ്. ജാക്കിനും നിക്കയ്ക്കും അല്പ ദൂരെയാണ് പോകേണ്ടത്. പക്ഷെ ഇന്നൊറ്റൊരു ദിവസം കൊണ്ട് അവിടം വരെ എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഗ്രിസാർഡ് അവരോട് രണ്ടുപേരോടും തന്റെ വീട്ടിൽ ഇന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നാളെ പൊയ്ക്കോളൂ എന്ന് പറയും. അങ്ങനെ ഗ്രിസാർഡ് കുറെ നേരത്തെ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം അവസാനം അയാളുടെ വീട്ടിലേക്ക് എത്തും. വീട് കാണുന്ന ജാക്ക് ഒന്ന് ഞെട്ടിപ്പോകും. കാരണം അത്രത്തോളം വലിയൊരു വീടായിരുന്നത്. ഇവരെ എല്ലാവരും വെൽക്കം ചെയ്യാൻ വേണ്ടി അകത്ത് മാരിൻ പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, ഗ്രിസാർഡിന്റെ ഭാര്യയാണ്. ഒരുപാട് ദൂരേന്ന് യാത്ര ചെയ്ത് വന്നതാണ് ജാക്കും നിക്കയും.
അതുകൊണ്ട് ജാക്കിനെ മാരി അവനുള്ള ഒരു റൂം കാണിച്ചു കൊടുക്കും. എന്നിട്ട് റെസ്റ്റ് എടുത്തോളം പറയും. ശരിക്കും പറഞ്ഞാൽ ജാക്കിനും അത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരുന്നു. കാരണം കുറെ നേരം അലഞ്ഞതിന് ശേഷം ഇപ്പോഴാണൊന്ന് ശരിക്കും ഉറങ്ങുന്നത്. അങ്ങനെ കുറെ നേരത്തെ ഉറക്കം കഴിഞ്ഞ് ജാക്ക് ഏകദേശം രാത്രിയാകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. ആ സമയത്ത് അവിടെ സൈഡിലുണ്ടായിരുന്ന ഒരു പെട്ടി എടുത്ത് നോക്കും. അതിനകത്ത് ബ്രിസാഡിന്റെ മക്കളുടെ ഫോട്ടോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇതുവരെ ജാക്ക് അവരെ രണ്ടുപേരെയും കണ്ടിട്ടില്ല. പിന്നീട് ജാക്ക് റൂമിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങും. ഈ സമയം അവിടെ നിക്ക ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി കൊടുക്കും. ഈ സമയത്ത് നിക്ക അവിടെ ജാക്കിനോട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തനിക്ക് ഒരു അനിയനും ഉണ്ടായിരുന്നു, പക്ഷെ ചെറുപ്പത്തിൽ തന്നെ അവൻ മരിച്ചുപോയി. ഇപ്പോഴാണെങ്കിൽ തനിക്ക് അച്ഛനും അമ്മയും ഇല്ല, ഒറ്റയ്ക്കാണ്. പിന്നീട് അടുത്ത സീനിൽ ജാക്കിനെയും ബ്രിസാഡിനെയുമാണ് കാണിക്കുന്നത്. ബ്രിസാഡ് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജാക്ക് ബ്രിസാഡിനോട് നാളെ രാവിലെ ആകുമ്പോ തന്നെ ഞാൻ ഇവിടുന്ന് പോകും. ഇപ്പൊ തന്നെ എന്റെ വീട്ടുകാരെ എന്നെ ഓർത്ത് നല്ല ബുദ്ധിമുട്ടി കാണും. അതുകൊണ്ട് നേരം വെളുക്കുമ്പോ തന്നെ ഞാൻ ഇവിടുന്ന് യാത്രയാകുമെന്ന് പറയും. അതിരിക്കട്ടെ, നിങ്ങളുടെ 2 മക്കളെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ബ്രിസാഡിനോട് ജാക്ക് ചോദിക്കുമ്പോ ബ്രിസാഡ് ഏത് മക്കള്, എനിക്ക് മക്കളൊന്നും ഇല്ല എന്ന് പറയും. ഇത് കേൾക്കുന്ന ജാക്കിന് എന്തോ വളരെ വിചിത്രമായിട്ട് തോന്നുമെങ്കിലും അവൻ ഒന്നും പറയില്ല. ശേഷം അവൻ അവന്റെ റൂമിൽ പോയി കിടന്നുറങ്ങും. പിറ്റേന്ന് രാവിലെ കുളിച്ച് ഫ്രഷായി അവൻ പോകാൻ തയ്യാറെടുപ്പെടുക്കുകയാണ്. ശേഷം നിക്കയുടെ റൂമിലേക്ക് പോയി നോക്കും. പക്ഷെ അവിടെ എങ്ങും നിക്ക ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് അവിടേക്ക് ബ്രിസാഡ് വന്ന് ജാക്കിനോട് പറയും, നീ ആരെ അന്വേഷിക്കുന്നേ, നിക്കയാണോ? അവള് നീ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ എഴുന്നേറ്റ് ഇവിടെ നിന്ന് പോയി എന്ന് അയാൾ പറയും. പക്ഷെ ഇത് കേൾക്കുന്ന ജാക്ക് വിചാരിക്കുന്നത് ബ്രിസാഡ് നുണ പറയുകയാണെന്നാണ്. ജാക്കിന് താൻ പറയുന്നത് വിശ്വാസമില്ലെന്ന് മനസ്സിലാക്കിയ ബ്രിസാഡ് ജാക്കിന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുക്കും. ആ ലെറ്റർ നിക്ക എഴുതിയതാണ്. അതിനുള്ളിൽ താൻ യാത്രയാവുന്നതിനെ പറ്റിയാണ് നിക്ക എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും ഇത് കാണുന്ന ജാക്കിന് വളരെയധികം വിഷമം തോന്നും. കാരണം അവരുടെ ബന്ധം 2 അപരിചിതരെക്കാളിലും ഒരു പ്രണയത്തിലേക്ക് കടക്കുന്ന സ്റ്റേജ് ആയിരുന്നു. എന്തായാലും ഇത് കാണുന്ന ജാക്കിന് വളരെ വിഷമം തോന്നും. കാരണം അവർ രണ്ടാളും ഒന്നിച്ചായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പൊ അവർ രണ്ടുപേരും 2 വഴിക്കായല്ലോ. പിന്നീട് ജാക്ക് ബ്രിസാഡിന്റെ വീട് വിട്ട് വെളിയിലേക്ക് വന്ന് ഒറ്റയ്ക്ക് നടന്നു പോകുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഈ സമയത്താണ് ജാക്ക് ആ ലെറ്ററിനുള്ളിൽ എന്തോ വ്യത്യാസം കാണുന്നത്. അതായത് അന്ന് അവർ ആദ്യമായി കണ്ടുമുട്ടിയ ആ ദിവസം രാത്രിയിൽ ജാക്കിന് ഒരു ലെറ്റർ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ശരിക്കും പറഞ്ഞ നിക്കയുടെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ്. എന്നാൽ ഇപ്പം ബ്രിസാഡ് നിക്ക എഴുതിയതാണെന്ന് പറഞ്ഞു കൊടുത്ത ഈ ലെറ്ററിനകത്തുള്ള ഹാൻഡ് റൈറ്റിംഗും ആ ലെറ്ററിലുള്ള ഹാൻഡ് റൈറ്റിംഗും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ ഒരു പോയിന്റിലാണ് ജാക്കിന് മനസ്സിലാവുന്നത്. അതായത് ബ്രിസാഡ് ശരിക്കും കള്ളം പറഞ്ഞതാണ്. നിക്ക അവിടെ നിന്നെങ്ങും പോയിട്ടില്ല. ഒന്നെങ്കിൽ നിക്കെ ബ്രിസാഡ് തന്നെ അവിടെ അടച്ചു വെച്ചിട്ടുണ്ടാകാം. ഇങ്ങനെ ഇത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ആ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഒരാൾ അവിടെ വന്ന് അവന്റെ കഴുത്തിന്റെ ഭാഗത്തായി എന്തോ മരുന്ന് കുത്തിവെക്കുന്നത് കാണുന്നത്. ആ മരുന്ന് കുത്തിവെക്കുമ്പോൾ അവൻ പെട്ടെന്ന് ബോധം കെടും. പിന്നീട് ബോധം തിരിച്ചു വരുന്ന സമയത്ത് ജാക്ക് ഉള്ളത് ഒരു വണ്ടിക്കകത്താണ്. ആ വണ്ടിയിൽ ഒരു ചത്ത മൃഗവും കിടക്കുന്നത് കാണാൻ പറ്റും. ആ വണ്ടി ഓടിക്കുന്നത് ഒരു വയസ്സായ വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞ അയാള് ജാക്കിനെ തട്ടിക്കൊണ്ടു വന്നതാണ്. ആ വയസ്സായ വ്യക്തി ജാക്കിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജാക്കിനെ അവിടെ പിടിച്ചു വെച്ച് അവന് വേണ്ടിയുള്ള ആഹാരങ്ങളും ഒക്കെ കൊടുക്കും. ശേഷം വീണ്ടും ഈ വൃദ്ധനായ മനുഷ്യൻ അവനെ കെട്ടിയിട്ട് എങ്ങോട്ടോ കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് ആ വൃദ്ധന്റെ വീടിനുള്ളിൽ നിന്ന് ഒരു പുക വരും. അത് കണ്ടോണ്ട് അയാൾ പെട്ടെന്ന് അതിനുള്ളിലേക്ക് ഓടിപ്പോകും. ഇത് തക്കമാക്കി എടുത്തുകൊണ്ട് ജാക്ക് എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടും. രക്ഷപ്പെട്ട ജാക്ക് ഓടിപ്പോകുന്നത് ഗ്രിസാഡിന്റെ വീടിനകത്തേക്കാണ്. ആ സമയത്ത് ഗ്രിസാഡും മാരിയും കൂടി എങ്ങോട്ടോ പോവാൻ ഒരുങ്ങുന്നത് കാണാൻ പറ്റും. അങ്ങനെ അവർ രണ്ടാളും അവിടെ നിന്ന് പോയതിനു ശേഷം ജാക്ക് വീടിനുള്ളിലേക്ക് പോകും. അങ്ങനെ കുറെ നേരം അലഞ്ഞതിനു ശേഷം വീടിനുള്ളില് ഒരു മുറിയില് ജാക്ക് നിക്കയെ കണ്ടെത്തും. നിക്കയെ രക്ഷപ്പെടുത്തി ജാക്ക് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ഗ്രിസാഡും വൈഫും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഗ്രിസാഡിന്റെ വൈഫ് ഇവര് പോകുന്നത് കാണുകയും ചെയ്തു. എന്തായാലും തങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ജാക്ക് ആ വീട്ടിൽ നിന്നൊരു ഗണ്ണൊക്കെ എടുത്തുകൊണ്ടാണ് ഓടിപ്പോകുന്നത്. പക്ഷെ ഇവരുടെ പുറകിൽ തന്നെ ഗ്രിസാഡും മാരിയും ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ജാക്ക് ഓടിയെത്തുന്നത് നേരത്തെ ജാക്കിനെ ഒരു വൃദ്ധം തട്ടിക്കൊണ്ടു പോയില്ലേ ആ വീട്ടിലേക്കാണ്. ഗ്രിസാഡിന്റെയും ഭാര്യയുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അവരിപ്പോ എത്തിയിരിക്കുന്നത് ആ വയസ്സിന്റെ കയ്യിലേക്കാണ്. ഇവരിവിടെ ഒളിച്ചിരിക്കുന്ന സമയം കൊണ്ട് തന്നെ ആ വയസ്സായ വ്യക്തി അവിടേക്ക് വരും. ആ വൃദ്ധനെ കണ്ട നിക്ക ഒരു ഗണ്ണെടുത്ത് അയാളെ ഷൂട്ട് ചെയ്യാൻ നോക്കും. ഇതേ സമയം അയാളുടെ കയ്യിലും ഒരു കത്തിയുണ്ട്. അയാള് നിക്കയുടെ നേരെ വരികയാണ്. ഈ സമയത്ത് നിലത്ത് മറിഞ്ഞിരുന്ന ജാക്ക് അയാള് നിക്കയെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ജാക്കോ നിക്കയോ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഈ വൃദ്ധനായ മനുഷ്യൻ പുറമോട്ട് മാറുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിൽ തട്ടി വീഴുകയും അത് തന്റെ നെഞ്ചിലൂടെ തറച്ചു കയറി അയാൾ മരിക്കും. പക്ഷെ അയാൾ ഇനി ഒരിക്കലും ജീവനോട് വരാതിരിക്കും
രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇനി എണീക്കില്ലെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടും നിക്ക ഒരു കത്തിയെടുത്ത് അയാളെ വീണ്ടും കുത്തും. ഇതേ സമയമാണ് അവിടേക്ക് വീണ്ടും ഗ്രിസാർഡും മാരിയും വരുന്നത്. ഗ്രിസാർഡിനെ കണ്ട നിക്ക അച്ഛ നിങ്ങൾ ഇതിൽ ഇടപെടരുത് എന്ന് പറയുന്നത് ഈ ഒരു സീനിൽ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും ഗ്രിസാർഡ് നിക്കയുടെ അച്ഛനും അതുപോലെ മാരി അവളുടെ അമ്മയുമാണ്. ശരിക്കും പറഞ്ഞാല് നിക്ക ഒരു സൈക്കോ ആണ്. മാത്രമല്ല അന്ന് ജാക്ക് ഗ്രിസാർഡിനോട് തങ്ങളുടെ 2 മക്കളിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലെ പെൺകുട്ടി നിക്കയാണ്. അവളുടെ അനിയനെ കൊന്നത് അവള് തന്നെയാണ്. സിനിമയുടെ തുടക്കത്തില് ജാക്ക് ഒരു വഴിയിൽ നിന്ന് എല്ലാവരോടും ലിഫ്റ്റ് ചോദിക്കുന്ന സമയത്ത് ആരും ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം ഒരു സീരിയൽ കില്ലർ ആണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സീരിയൽ കില്ലർ വേറെ ആരുമല്ല നിക്കയാണ്. അത് മാത്രവുമല്ല സിനിമയുടെ തുടക്കത്തില് ഒരാൾ ഒരു ബോഡി കുഴിച്ചിടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നിക്ക ഇതുപോലെ ലിഫ്റ്റ് വാങ്ങിയതിനു ശേഷം ഒരാളെ കൊന്നു കുഴിച്ചിടുന്നതാണ്. അതുപോലെ തന്നെ തന്റെ കാമുകനാണെന്ന് പറഞ്ഞ് ഒരുത്തനുമായി വഴക്കുണ്ടാക്കി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയമാണല്ലോ നിക്ക ആദ്യമായി ജാക്കിനെ കാണുന്നത്. അത് ഇതുപോലെ തന്നെ അവള് ട്രാപ്പിലാക്കാൻ നോക്കിയ ഒരാളാണ്. പക്ഷെ അയാൾക്ക് ഇവളുടെ കാര്യം മനസ്സിലായതുകൊണ്ടാണ് വഴക്കായത്, അല്ലാതെ അവളുടെ കാമുകനായിരുന്നില്ല. ജാക്കിനെ ഒരു വയസ്സായ വ്യക്തി കെട്ടിയിട്ടുകൊണ്ട് പോയില്ലേ, അത് ശരിക്കും പറഞ്ഞ നിക്കയുടെ മുത്തശ്ശനാണ്. ജാക്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അവനെ തട്ടിക്കൊണ്ടു പോയത്. ശരിക്കും പറഞ്ഞ ഇവരെല്ലാവരും നിക്കയുടെ കയ്യിൽ നിന്ന് ജാക്കിനെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. എന്തായാലും ഇതൊക്കെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ബോധം തിരിച്ചു കിട്ടിയ ജാക്ക് ഗണ്ണും എടുത്തുകൊണ്ട് അവർക്ക് കാറിന്റെ അടുത്തേക്ക് വരും. ജാക്കിനെ കണ്ട നിക്ക ഒന്നും അറിയാത്തതുപോലെ അവന്റെ പുറകിലേക്ക് ഓടി ചെല്ലും. മാരി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് നിക്ക ആ സ്ത്രീയെ കൊല്ലും, അതായത് സ്വന്തം അമ്മയെ അവള് കൊല്ലും. ശേഷം ഒരു ടേപ്പ് എടുത്ത് അവളുടെ അച്ഛന്റെ വായിൽ അവള് കെട്ടിയിടും. എന്നിട്ട് അവരുണ്ടായിരുന്ന ആ കാറും എടുത്തുകൊണ്ട് ജാക്കും നിക്കയും അവിടെ നിന്ന് പോകും. സത്യങ്ങളൊന്നും തിരിച്ചറിയാത്ത ജാക്ക് വളരെ സന്തോഷത്തിലാണ്. കാരണം തന്റെ പ്രിയതമയെ ഇപ്പൊ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഒന്നിച്ച് മുൻപോട്ട് നല്ല രീതിയിൽ ജീവിക്കാന്നുള്ളൊരു സന്തോഷമാണ് അവന്റെ മുഖത്ത് കാണുന്നത്. എന്നാൽ നിക്കയുടെ മുഖത്തുള്ള സന്തോഷം കൊലച്ചിരിയായിരുന്നു. അവള് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ഒരു കത്തിയിൽ തൊട്ടുകൊണ്ടാണ് ഈ ചിരിക്കുന്നത്. തന്റെ അടുത്ത ഇരയെ കിട്ടിയതിന്റെ സന്തോഷമാണ് അവളുടെ മുഖത്തുള്ളത്. ആ ഒരു സീൻ അങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടാണ് 2015 പുറത്തിറങ്ങിയ റോഡ് ഗെയിം എന്ന് പറയുന്ന ഈ ഒരു മൂവി തീരുന്നത്. മൂവിയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റ്സിലൂടെ രേഖപ്പെടുത്തുക. മൂവിയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അതും കമന്റായി രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.